ഏകദേശം എല്ലാവിധ ഉടായ്പകളും പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ നമ്മൾ പറയും. എനിക്ക് ഒനി കഥകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കഥകൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഒനിയോട് സംസാരിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം, അവൻ കഥകൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിനൊരു കഥ. എന്റെ അടുത്ത് മമ്മി വന്ന് പറഞ്ഞു നിനക്കൊരു കൊച്ചുണ്ടാവാൻ പോകുന്നു, അല്ല അനിയൻ ഉണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ ആദ്യത്തെ റിയാക്ഷൻ എങ്ങനെ എന്നാണ്. ഇത് 11ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോ എക്സ്ട്രീംലി എന്റർടൈനിങ് ആണ്. അപ്പൊ ഒനിയൽ ചേട്ടന്റെ വേറൊരു പേരും കൂടി കണ്ടോട്ടെ, ഇവര് വിളിക്കുന്നത് വിഭു എന്നാണ്, ബിഗ് ബ്രദർ. അപ്പൊ നല്ലൊരു വൈബായിരിക്കും അല്ലേ, അനിയന്റെ ഫ്രണ്ട് ചേട്ടൻ, ഭയങ്കര ആദ്യത്തെ ഗാങ്. ഒനിയിൽ ഞാനുമായിട്ടുള്ള ബന്ധം കുറച്ച് എന്താണ് ഒരു ഇമോഷൻസിനും ഇതിനുമൊക്കെ അപ്പുറമുള്ള ഒരു ബന്ധമാണ്. അത് വളരെ ഹാപ്പി ഉണ്ട്. അവൻ ഇന്ന് എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഇതിൽ നിൽക്കുന്നു, അവൻ ഫൈനലി കയറി കപ്പുമായി വരണം എന്നുള്ള ആഗ്രഹത്തിലുള്ള. അതുപോലെ ബിഗ് ബോസ് തുടങ്ങുന്ന എല്ലാ ദിവസവും എത്ര രാത്രിയാണെങ്കിലും ഞങ്ങള് ഇരുന്നിട്ട് ഇത് കാണണം. അത് ഇവിടെ ഉള്ള അതേ ക്യാരക്ടർ തന്നെയാണ് അവിടെ, സെയിം ഇത് തന്നെയാണ് ആള്, ഒരു മാറ്റമില്ല, അതുപോലെ തന്നെയാണ് അറിയിക്കുന്നത്. അതെ, ഇങ്ങോട്ട് ചൊറിയാമെന്ന് അങ്ങോട്ട് മാറും, അങ്ങനെയാണ്. ഞങ്ങളുടെ പ്രായക്കാർക്ക് പുള്ളിക്ക് എല്ലാ കഴിവുകളും ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. നീ കൊച്ചിയെ പറ്റി ആൾക്കാർ ഓർക്കുമ്പോൾ എന്നെ ഓർക്കണം എന്നുള്ള ഒരു വിഷയമാണ്. അപ്പൊ അത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പരിധിയാണ് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഇന്ന് ന്യൂജൻ ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ FC ബോയ് എന്നുള്ള വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അല്ല, എല്ലാത്തിനും കയറി ഇടപെട്ട് എപ്പോഴും പോയി എല്ലാ സ്ക്രീൻ സ്പേസും എടുക്കണം എന്ന് വാശി പിടിച്ചു അങ്ങനെ ചെയ്യുന്ന ആളുകളെ പോലെ അല്ല. ലിറ്ററലി 24 hours കാണുന്ന ആളാണ് ഞാൻ. ഇതിനു വേണ്ടി വർക്ക് ഫ്രം ഹോം എടുക്കും. അത് പ്രശ്നമില്ല, ഇതിപ്പോ പറഞ്ഞു ഇതിനു വേണ്ടി ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തു. സച്ചിൻ 70 നല്ലോണം കളിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നതാണ്. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ അവൻ എന്നെ എണീക്കാൻ ഇവിടെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പില്ലേ, കഴിഞ്ഞ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ ഞങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു അതും മാറ്റിച്ചില്ല. എന്നുവെച്ചാ അത് കാരണം ലൈക്ക് ഇന്ത്യ നല്ലൊരു കളിക്കുന്നുണ്ട്, അപ്പൊ ഈ ലുക്കിൽ തന്നെ ആയിരിക്കണം എല്ലാം കളിയും കാണുന്നത്. ഒരു ദിവസം പോയേ ഉള്ളൂ, പിന്നെ ഇപ്പൊ നമുക്ക് ഉണ്ട്. ഇപ്പൊ എനിക്ക് ബിബു എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം പേടിയായിരുന്നു, കാരണം അത്രയും അറിവുള്ള ഒരാളാണ്. അതെ അതെ, എനിക്കറിയാത്ത എന്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ചിലപ്പോ ഉനിനെ കാണാൻ വരും. ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് ചിലപ്പോ കുറച്ച് ചായയോ ഇതൊക്കെ കുടിച്ച് ഈ ചില സമയത്ത് ഞാൻ എന്നെ വിളിക്കാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് ഞാൻ മഞ്ഞില്ല എന്തായാലും ഉണ്ടാക്കി വെച്ചു. ശരി, അടുത്ത നമസ്കാരം, മെയിൻ സ്ട്രീം മണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് വിനീഷ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബിഗ് ബോസ് സീസൺ 7 ഒരു ചുണക്കുട്ടി അല്ലെങ്കിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്, ഒനിൽ സാബുവിന്റെ കൂട്ടുകാരും പിന്നെ ബ്രദറുണ്ട്. അപ്പൊ നമുക്ക് ഒനിൽ സാബുവിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം. പക്ഷെ ഒനിൽ സാബു ഞാൻ പറയും, പക്ഷെ ആളെ തിരിച്ചറിയണമെങ്കിൽ ഒരു പേരുണ്ട്, ഫോർട്ട് കൊച്ചിയുടെ സ്വന്തം FC ബോയ് അല്ലെ, FC ബോയ്. അപ്പൊ നമുക്ക് കൂട്ടുകാരോടും ബ്രദറിനോടും FC ബോയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പം ബ്രദർ പേരെന്താ? ഡാറ്റു. പേര് ഡാറ്റു. ഡാക്കു. നർത്താഞ്ഞോന്നാണ് ഡാറ്റു എന്ന് വിളിക്കും. ഓക്കെ, പേരൊക്കെ ഭയങ്കര വ്യത്യസ്തമാണല്ലേ രണ്ടുപേരുടെ? ഫാദറാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ബ്രദർ ഇപ്പം ബിഗ് ബോസിൽ എത്തി നിൽക്കുകയാണ്? ആളുടെ വലിയൊരു ഡ്രീം ആയിരുന്നു ബിഗ് ബോസിൽ എത്തുക എന്നുള്ളത്. അതെ, ആളുടെ ഡ്രീമിനെക്കാളും വലുത് മമ്മിയുടെ ഡ്രീമാണ്. മമ്മിയുടെ ഡ്രീം ആയിരുന്നു പുള്ളിനെ അവിടെ കാണണമെന്ന്. ഓക്കെ, പിന്നെ ഓഫ് കോഴ്സ് പുള്ളിയുടെയും കുറെ വർഷത്തെ ഹാർഡ് വർക്ക് ഉണ്ട്. പുള്ളിയുടെ ഏറ്റവും വലിയ ആ ഒരു സ്ഥലം ലാലേട്ടന്റെ അടുത്ത് നിൽക്കാൻ തന്നെയാണ് ഡ്രീം. ഓഫ് കോഴ്സ് അതെ, അതിപ്പോ സാധ്യമായി. ലാലേട്ടന്റെ അടുത്ത് നിൽക്കായിരുന്നു, ഇനിയുണ്ട്, ലാലേട്ടന്റെ കൈ പിടിക്കാം, കപ്പുമായിട്ട് വരണം. അതെ അതെ, ഓഫ് കോഴ്സ്. അപ്പം ഇപ്പൊ എന്താ ചെയ്യാ? ഞാനിങ്ങനെ
കുറെ ഡ്രാമയും ആഡൊക്കെ ചെയ്ത് ചെറിയൊരു ഫിലിമിലൊക്കെ അഭിനയിച്ച്. സിനിമയിൽ അഭിനയിച്ചു. അതെ. ഇപ്പം പുതിയ സിനിമയിൽ അഭിനയിക്കുന്നു. ചത്താപ്പച്ച എന്നൊരു മൂവിയിൽ ചെറിയൊരു ഭാവം ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പം മൂവിയുടെ ചെറിയ രീതിയിലൊന്ന് വിശേഷം ഒന്ന് പറയൂ. അത് ഇത് FC ബോയ് അല്ലേ? എന്തായാലും നമുക്ക് ആ ടൈം ആവുമ്പോ നമുക്കത് പറയാം. ഓക്കെ. അപ്പം നമുക്കിനി ഫ്രണ്ട്സിനോട് ചോദിക്കാം. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ചേട്ടന്റെ പേര് വിപിൻ. ഞാൻ വിപിൻ, ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതെന്റെ വൈഫ് അഡ്വക്കേറ്റ് അനിത. ഞാൻ ഉനിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഓഗസ്റ്റ് ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2000 ഓഗസ്റ്റിലാണ് ഞാൻ ഉനീനെ ആദ്യമായി കാണുന്നത്. അവൻ ദുബായിലാണ് പഠിച്ചത്, 10 വരെയും പഠിച്ചത്. 11 ഒരു ഫസ്റ്റ് ക്വാർട്ടർ അവൻ ദുബായിൽ കഴിഞ്ഞിട്ടാണ് നേരെ SHലാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്നത്, +2 വന്നിട്ട്. അപ്പോൾ അന്ന് ഇന്ന് കാണുന്ന ഉനിയല്ല, ഒരു 100-120 കിലോ ഉള്ള ഒരു നല്ലൊരു ഒരു കാണാൻ ചന്തമുള്ള ഒരു വ്യക്തി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ ഈ ക്രോസ് ചെയ്ത് SHലേക്ക്, ഈ SH സ്കൂളിലേക്ക് എങ്ങനെ പോകണമെന്ന് അറിയാണ്ട് നടന്ന് തേവര ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് അവൻ കാണുന്നത് തന്നെയാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് എവിടെയാണ് പഠിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു SHനാണ്, സെയിം യൂണിഫോം ആയിരുന്നു, SHനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് ക്ലാസ്സിലേക്കാണ്? അപ്പൊ 11th. ഞാൻ പറഞ്ഞു ഞാൻ 11th ആണ്. സയൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ. അവിടെ നിന്ന് തുടങ്ങുന്ന ബന്ധമാണ്. ഈ ചിലവര് പെട്ടെന്ന് കണക്റ്റഡ് ആവും എന്ന് പറയുന്നത്. ഞാനും ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് 25 വർഷം കഴിഞ്ഞ് ഏകദേശം എല്ലാവിധ ഉടായ്പകളും, പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ നമ്മൾ പറയും. ഞാനും ഇനിയാണ് പാർട്ട്ണർ ഇൻ ക്രൈം. +2 മുതൽ, അതായത് എല്ലാവിധ നല്ല ക്വാളിറ്റികളായ ക്ലാസ്സുകൾ ചെയ്യുക, സിനിമയ്ക്ക് പോവുക, ഏകദേശം എല്ലാവിധ വേലകളും ചെയ്തുകൊണ്ട്. പക്ഷെ എനിക്കൊരു മെച്ചം ഉണ്ടായിരുന്നത് എന്നെ പോലെ അല്ലായിരുന്നു. ഒനി കഥകൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കഥകൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഒനിയോട് സംസാരിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം, അവൻ കഥകൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിലൊരു കഥകളായിരുന്നു. ഇപ്പൊ ഈ ഡാറ്റുയുടെ കാര്യം പറയും, ഡാറ്റുവും ഒനിയും തമ്മിൽ ഏകദേശം ഒരു 15 വയസ്സോ അല്ല 10 വയസ്സാണ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചാൽ ഈ 14 വർഷത്തെ ഡിഫറൻസ്, അപ്പൊ നീ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്തത്? അവന്റെ ആദ്യത്തെ ഇത് തന്നെ, എടാ ഞാൻ ഡെയിലി അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഞാൻ നടുക്ക് കിടന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് ഒരു ദിവസം വന്ന് എന്റെ അടുത്ത് മമ്മി വന്ന് പറഞ്ഞു, നിനക്കൊരു കൊച്ചുണ്ടാവാൻ പോകുന്നു, അല്ല അനിയനുണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ ആദ്യത്തെ റിയാക്ഷൻ എങ്ങനെ എന്നാണ്. ഇത് 11ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ. അപ്പൊ അതും വളരെ രസമാണ്. അവൻ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഒരു കഥയുടെ ഒരു ഇമോഷൻസും ഒരു ഇതൊക്കെ. അപ്പൊ നമുക്കൊരു സിനിമ കാണുന്ന ലാഘവത്തോടുകൂടി ഒരു എന്റർടൈനറാണ്, ഓൾ ടൈം എന്റർടൈനറാണ് ഉനി എല്ലാ കാര്യങ്ങളിലും. അന്ന് തുടങ്ങിയ സൗഹൃദം ഞങ്ങൾ 11ാം ക്ലാസ് 11-12 ഒരുമിച്ച് പഠിച്ചു. അതിനുശേഷം LLBക്ക് ഇപ്പോ ഉനിയില് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. ഉനിയിൽ എന്നുള്ള ഫുഡ് ബ്ലോഗർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്റർടൈനർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഉനിയിൽ എന്നുള്ളത് ഒരു LLB പഠിച്ച വ്യക്തിയാണ്. അതിനേക്കാളും കൂടുതൽ അവന് സ്പെഷ്യലൈസേഷൻ ഉള്ളതാണ്, മാരിടൈം ലോ എന്നുള്ള ഇതിൽ LLM എടുത്താണ്. അതും ഇന്ന് തന്നെ ഏറ്റവും വിശ്വവിഖ്യാതമായ UK സൗത്താംപ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാരിടൈം ലോയിൽ LLM എടുത്ത വ്യക്തിയാണ് ഉനിയിൽ. അപ്പോൾ ഉനിയിൽ ഇതെല്ലാം പഠിക്കാം. അപ്പോൾ ഉനിലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉനിയില് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾക്കാണ്. ഇപ്പോ പഠനത്തിലാണെങ്കിലും എന്ത് ഉഴപ്പാണെച്ചാലും അവൻ പഠനത്തിൽ ഒരിക്കലും മുമ്പോട്ട് വരും. അവൻ മിമിക്രി ചെയ്യുമായിരുന്നു, നല്ലൊരു ഒറേറ്ററാണ് ഉനി. ഞങ്ങളുടെ 12ാം ക്ലാസ്സിൽ അവനൊരു സ്കൂൾ ലീഡർ ആയിരുന്നു. ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ആയിരുന്നു. ആ വർഷത്തെ സ്കൂൾ ലീഡർ ആയിരുന്നു അവൻ. ഞങ്ങൾ നിയാൽസിൽ പഠിക്കുന്നത്, നുവാൽസാണ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിലാണ്. അതിന് മുമ്പ് ഞങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആവുന്നതിന് മുമ്പ് നിയാൽസിലായിരുന്നപ്പോൾ കുസാറ്റുമായിട്ടാണ് ഞങ്ങൾക്ക് ടൈപ്പെട്ടത്. അന്ന് അവിടുന്ന് പോയിട്ട് മിസ്റ്റർ ടാലന്റായിട്ട് തിരിച്ചു വന്നതാണ്. അപ്പം ഒറേറ്ററാണ്. ഇത് എക്സ്ട്രീംലി എന്റർടൈനിങ് ആണ്, എക്സ്ട്രീംലി ടാലന്റഡ് ആണ്. അപ്പൊ ഒനിലിനെ പറ്റി എത്ര വേണമെങ്കിലും, എനിക്ക് വേണമെങ്കിൽ ഇന്ന് നിർത്താതെ 1 മണിക്കൂറിൽ 25 വർഷത്തെ ബന്ധമാണ്, എന്തോരം വേണമെങ്കിലും പറയാം. പക്ഷെ ഒനിയിൽ ഞാനുമായിട്ടുള്ള ബന്ധം കുറച്ച് എന്താണ് ഒരു ഇമോഷൻസിനും ഇതിനുമൊക്കെ അപ്പുറമുള്ള ഒരു ബന്ധമാണ്.
ഐ എം വെരി പ്രൗഡ് ദാറ്റ് അവനൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്, ബിഗ് ബോസ് ചിലപ്പോൾ എന്നെ വിളിക്കും എന്നൊക്കെ പറയുന്നു. കിട്ടിയപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു പക്ഷേ എൻ്റെ അടുത്തും ഞങ്ങൾ 3 പേരുണ്ട്, ഇത് കൂടാണ്ട് അജിത്തുണ്ട്, ഞങ്ങളുടെ അടുത്ത് 2 പേരുടെ അടുത്തും ഇവൻ ബിഗ് ബോസിന്റെ ഇന്റർവ്യൂവിൽ പോയിട്ട് നേരെ കാണാൻ വരുന്നത് ഞങ്ങളുടെ അടുത്താണ്. അത് വളരെ ഹാപ്പി ഉണ്ട്. അവൻ ഇന്ന് എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഇതിൽ നിൽക്കുന്നു, അവൻ ഫൈനലിൽ കയറി കപ്പുമായി വരണം എന്നുള്ള ആഗ്രഹത്തിലുള്ള അവൻ ഇത് ഒനി അവനെ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കൊച്ചിയെ പ്രൊമോട്ട് ചെയ്യും. കൊച്ചിയിലെ ജനങ്ങൾ അവന് വേണ്ടി വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ കൊച്ചി മാത്രമല്ല കേരളം മൊത്തം അവനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിലേക്ക് അവൻ എത്തട്ടെ. അപ്പോ ഇതാണ് ഒനിലേട്ടനായിട്ടുള്ള വിപിൻ ചേട്ടൻ്റെ ആ ഒരു ആത്മബന്ധം. അപ്പൊ നമുക്ക് വേറൊരാളും കൂടി ഉണ്ട്, വിപിൻ ചേട്ടന്റെ വൈഫ്. നമുക്ക് വൈഫിനോട് ചോദിക്കാം. ചേച്ചി പറഞ്ഞോ, എങ്ങനെയാണ്, പേരെന്താണ്? എന്റെ പേര് അനിത, ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഓക്കെ. ആക്ച്വലി 15 years മുമ്പാണ് ഞങ്ങൾ വിവാഹം കേൾക്കുന്നത്. അന്ന് തൊട്ട് കേൾക്കുന്ന പേരാണ് ഒണി, വിഭു, അങ്ങനെ പല പേരിൽ അറിയുന്ന സാക്ഷാൽ ഒണിയിൽ സാബു. അന്ന് തൊട്ട് ഇന്ന് വരെ മിക്കവാറും ദിവസങ്ങളിൽ കേൾക്കുന്ന ഒരു പേരാണ്. അപ്പോ സത്യത്തിൽ ഒണിയിലിനെ ഞങ്ങളുടെ കല്യാണത്തിന് അന്ന് LLM പഠിക്കാൻ, പക്ഷെ ഫാദറും എല്ലാവരും വന്നിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളിലും പഠിക്കും. അപ്പോ വന്നു. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഒണിയിലിന്റെ ഒരു മെറ്റമോർഫോസിസ് പരിപാടി നടത്തിയതിന്റെ പേര് തന്നെ ഞാൻ അതിൽ എന്റെ ഈ 15 വർഷത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഒരു വക്കീലായിട്ട് ഞങ്ങൾ കോടതിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതല്ലേ കോടതിയിൽ ഇതാവുന്നു. അത് കഴിഞ്ഞ് പിന്നെയാണ് ഫുഡ് ആന്ത്രപ്പോളജിയിലോട്ട് പോകുന്നതും, പിന്നെ ഫാന്റാസ്മ, അങ്ങനെ പല പല മേഖലകളിലേക്ക് ഉള്ളിൽ കയറിയായിരുന്നു. അപ്പം അവനൊരു ഓൾറൗണ്ടർ ആണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാമിലി മെമ്പർ എന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ഇപ്പൊ വീട് പണിതപ്പോഴാണെങ്കിലും ഇവരെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നതാണ്. അതുപോലെ ബിഗ് ബോസ് കളിക്കുന്ന എല്ലാ ദിവസവും എത്ര രാത്രിയാണെങ്കിലും ഞങ്ങള് ഇരുന്നിട്ട് ഇത് കാണും. കണ്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ, ഞാനും ഇവനും. മോനാണല്ലേ? അതെ, മോനാണ്, ഞങ്ങളുടെ മോനാണ്. നെയ്ത്തൻ എന്നാണ് പേര്. അപ്പൊ ഇന്നലെ ഡേഞ്ചർ സോണിൽ എത്തിയപ്പോ അവൻ പറഞ്ഞു, ബിഗ് ബോസ് ഇനി കേറിയിട്ടില്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് കാണില്ല പറഞ്ഞിട്ടുണ്ട്. സോ വി ഓൾ ഹോപ്പ് ഹിം ടു ബി ബാക്ക്. പറഞ്ഞല്ലോ. അതെ, അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പാണ്, വരും. ഓക്കെ. എന്റെ പേരെന്താ? ഷിബിൻ. ഓക്കെ. എങ്ങനെയാണ് പരിചയം? ഒനിൽ ചേട്ടൻ എങ്ങനെയാണ് പരിചയം? എന്റെ ഫ്രണ്ടിന്റെ ബ്രദർ, പക്ഷേ ഞങ്ങളുടെ ചേട്ടനാണ്. വിഭു. വിഭു മീൻ ബിഗ് ബ്രദർ. അപ്പൊ ഒനിൽ ചേട്ടന്റെ വേറൊരു പേരും കൂടി കണ്ടോട്ടെ. ഇവര് വിളിക്കുന്നത് വിഭു എന്നാണ്. ബിഗ് ബ്രദർ വിളിക്കുന്നത് വിഭു എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ കുറെ എന്റെ ഫ്രണ്ടിനെ ഓക്കെ. അപ്പൊ നല്ലൊരു വൈബായിരിക്കും അല്ലേ? അന്യന്റെ ഫ്രണ്ട് ചേട്ടൻ, അത് ഭയങ്കര ആദ്യത്തെ ഗ്യാങ്. അത് കൊള്ളാം കേട്ടോ. അനിയന്റെ ഫ്രണ്ട്സ് ആയിട്ട് വന്നിപ്പോ ചേട്ടനും അപ്പൊ ബിഗ് ബ്രദർ. ബിഗ് ബ്രദർ. അപ്പൊ എന്നെ വിളിക്കാറൊന്നുമില്ല, വീട്ടിൽ വരുമ്പോ പുള്ളിനെ വിളിക്കും, വരും. നീ ഉണ്ടോ? അല്ല, ഇത് മറ്റേ എനിക്കൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് എന്റെ ഒപ്പം കറങ്ങി നടന്നവനാണ്. ഇപ്പൊ നോക്കുമ്പോ അവൻ പിള്ളേര് ബിഗ്ബു എന്നൊക്കെ പറയാം. ബിഗ്ബുവിനൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഡാറ്റു ജനിച്ചു കഴിഞ്ഞപ്പോ ഈ ഉനി സ്വന്തമായിട്ടിരുന്ന് ഡാറ്റുവിനെ എന്ത് വിളിക്കണം എന്ന് ആലോചിച്ച് ഇങ്ങനെ പടം വരച്ച് ഒരു ബേറിന്റെ പടമൊക്കെ വരച്ചിട്ട് ഉനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു വേർഡാണ് ബേബി ബൂ എന്നുള്ളത്. അവന് ഡാറ്റുവിനെ വിളിക്കാൻ വേണ്ടി ബേബി ബൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉനി അന്ന് കണ്ടുപിടിച്ച അവൻ തന്നെ ഇത് ചെയ്തതാണ്. അപ്പോ അവൻ അങ്ങനെ ഇവൻ ബേബി ബൂ ആയി, ഉനി ബിഗ് ബൂ. അത് ചുരുങ്ങിയാണ് ബിബു ബിബു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവനൊക്കെ ബിഗ് ബൂ അങ്കിൾ. അങ്ങനെ ഒരു കഥയുണ്ട്, ആ ഒരു പേര് വന്നതില്. അതെ, അങ്ങനെ ഒരു കഥ കൂടിയുണ്ട്. ഓക്കെ. അപ്പം നമ്മള് ഓണിയൻ ചേട്ടനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്.
ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ആളെ ഇങ്ങനെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മിസ്സിംഗ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഞങ്ങൾ അതിനകത്ത് കാണുന്നത് ഇതുപോലെ കാണുന്നത് ആള് ഇവിടെ ഉള്ള അതേ ക്യാരക്ടർ തന്നെയാണ് അവിടെ സെയിം ഇത് തന്നെയാണ് ആള് ഒരു മാറ്റമില്ല അതുപോലെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതെ അത് പുറത്ത് ഡിസ്കസ് ചെയ്യാൻ പോയിട്ടില്ല ആ കേസ് ഈ കേസ് ഇതേപോലെ ഇനീഷ്യലി ആൾക്കാർ പ്രാങ്ക് ആയിട്ട് തുടങ്ങി ഇതേപോലത്തെ നോട്ട് മൈ സർഫേസ് പറഞ്ഞിട്ടാണ് ചെയ്തത്. അതായത് ഇതേപോലെയുള്ള പ്രശ്നങ്ങളില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഇങ്ങോട്ട് ചൊറിയാമെന്ന അങ്ങോട്ട് അങ്ങനെയാണ് സമാധാനപ്രിയനാണ്. പക്ഷേ ഒരു ബൗണ്ടറി ഉണ്ട്. അതാരും അതങ്ങനെയാണ്. ഈ സമാധാനമായിട്ട് നിൽക്കുന്നവർക്ക് ഓരോ ഇത് വന്നു കഴിഞ്ഞാൽ അവര് പിന്നെ ഭയങ്കര ടെററാവും. അതെ അതെ അങ്ങനെയുള്ളവരാണ് നമുക്ക് പേടിക്കാന്ന് പറയും. പുള്ളിക്കൊരു സ്പേസ് അതെ അത്രേ അങ്ങനെ പുള്ളി ഹാൻഡിൽ ചെയ്തു. അതെ അവരൊരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് പുള്ളി അത് അവിടെ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് നിൽക്കുന്നത്. പുറത്തായിരുന്നു വെക്കാമെന്നുള്ളത് പറഞ്ഞു പറഞ്ഞു ഇനിയും വരട്ടെ. ഓക്കെ അപ്പം അതെ അതെ പേരെങ്ങനെയായിരുന്നു? വർക്ക് ചെയ്യാണ്. അനിയൻ അതെ അനിയന്റെ കൂട്ടുകാരനാണ്. ഇവരാണ് FC ബോയ്സ്. FC ബോയ്സ് ഓക്കെ. FC ബോയ് ഓ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ ഞാൻ FC ബോയാണ്, FC ബോയാണ്. ഓ ജെൻഡർ മാറും. ഓ FC ബോയ്സ് അത് കൊള്ളാം. അതിനായി പുള്ളി പറയാറുണ്ട് ഈ നൈറ്റ് എല്ലാവരും കൂടി പോവാൻ. അപ്പൊ നമ്മളെ ഒരു ഗാങ് ആയിട്ട് എല്ലാവരും ഉണ്ടാവും. എല്ലാവരും വായി പഠിച്ച് പോണേണല്ലേ? ആ ഓക്കെ ഡ്രീമാണ്. കഥ പറയും എന്തുണ്ടെങ്കിലും കഥ പറഞ്ഞിട്ടാണ് അത്. പുള്ളിക്കായിട്ട് അത്രയും പറയും. അതാണ് നമുക്ക് ഏഷ്യനെറ്റിന്റെ പാട് മനസ്സിലാവും. അവർക്ക് എത്ര വെച്ചെടുക്കാം. പുള്ളി അങ്ങനെ സംസാരിക്കും. പുള്ളിക്ക് അത്ര അറിവുണ്ട്. ഓക്കെ അപ്പോ ഒനിൽ ചേട്ടൻ്റെ ഒരു പ്രൊഫഷനിൽ നിന്ന് മാറി ഒരു പാഷൻ ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പൊ ആക്ച്വലി ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഇവിടെ ആയിരുന്നു. ആ പ്രൊഫഷനിൽ നിന്ന് മാറിയിട്ട് ആ ഒരു പാഷൻ ഫോളോ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനെ എങ്ങനെ കാണുന്നു? ആ പ്രൊഫഷൻ വിട്ടൊരു പാഷനിലേക്ക് പോയത്? ഉനീല് അതായത് LLM കഴിഞ്ഞതിന് ശേഷം ആദ്യം റിലയൻസിൽ ഒരു 2 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം അവൻ ഖത്തറിൽ ഓൾമോസ്റ്റ് ഒരു 8 വർഷത്തോളം വർക്ക് ചെയ്തു. കോർപ്പറേറ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. അവസാനം ഈ ഖത്തറിന്റെ അവസാനങ്ങളിലായപ്പോഴേക്ക് ഒരു വർഷം 3-4 തവണ കൊച്ചിയിലേക്ക് വരുന്ന ഒരു പ്രവണത അവന് വന്നു. കൊച്ചിയിടാൻ പറ്റില്ല. ഞാൻ ഇവന്റെ അടുത്തൊന്ന് ചോദിക്കും, എടാ നീ ഇങ്ങനെ എല്ലാ മാസവും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ മുതലാവും? കാര്യം ഇവൻ ടിക്കറ്റ് എന്നാണ്. അപ്പൊ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ എനിക്ക് ഈ കൊച്ചി അഥവാ ഫോർട്ട് കൊച്ചി എന്നുള്ള ആ സ്ഥലത്തിലേക്ക് എനിക്കൊരു കോളിംഗ് ബാക്ക് എപ്പോഴും പറയുന്നത്. എനിക്ക് ഈ സ്ഥലം എപ്പോഴും തന്നെ തിരിച്ചു വിളിക്കും, എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ള ഇതാണ്. അവിടെ നിന്നാണ് ഖത്തറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ടേൺ എടുത്തിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരികയും പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഒനീൽ എന്ന വക്കീൽ പെട്ടെന്ന് ഒനീൽ എന്ന
ആർക്കിടെക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോ ഒനിൽ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത് സ്വന്തമായിട്ടുള്ള രീതിയിൽ ഒരു വീട് അതായത് നമ്മൾ സർപ്രൈസ്ഡ് ആവും. ഒരു ആർക്കിടെക്ട് ഇല്ലായിരുന്നില്ല, അതും പണിതത് ഇന്ന് ഈ മറ്റേ കോൺക്രീറ്റ് ഉപയോഗിച്ചല്ല, വേറൊരു ഇതുണ്ട് മറ്റേ റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്രെയിനിൽ വെച്ചിട്ട്. ഇത് ഇവനും ഉണ്ട്, പിന്നെ ഒരു ഇവര് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ആർക്കിടെക്ട് ഇല്ല, പണിക്കാരൻ അന്നത്തെ പണിക്കാരെ വിളിക്കില്ല. അപ്പൊ ഞാൻ ആദ്യം ഇവന്റെ അടുത്തൊന്ന് ചോദിക്കണം, നിനക്ക് എന്താ അറിഞ്ഞിട്ടാണ് ഇത് വരുന്നത്? അപ്പൊ എനിക്ക് അന്ന് കൊച്ചിയിൽ അത്യാവശ്യം കേസുള്ള സമയമാണ്. അപ്പൊ ഞാൻ കൊച്ചി കേസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞിട്ടോ ഞാൻ ഇവിടെ വരും, ഇവന്റെ വീടിന്റെ അവിടെ വന്നിരിക്കും, അങ്ങനെയൊക്കെ സംസാരിച്ചത്. അപ്പൊ എനിക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതൊരു വീടായി അല്ലെങ്കിൽ പരിണമിക്കുള്ളൂ. ബ്യൂട്ടിഫുള്ളി ഒരു കിട്ടും. അതില് അവന്റെ ഒരു പ്രത്യേകത വീട് പണിതല്ല, വീട് പണിതിട്ട് അതിൻ്റെ അകത്ത് ഇന്റീരിയർ ഉണ്ടായി, അത് ചെയ്യുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടും ഇത്. അവിടെ നിന്ന് വക്കീല് പെട്ടെന്ന് ആർക്കിടെക്ട് ആയി. ആർക്കിടെക്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഇവൻ ഇങ്ങനെ നിൽക്കുന്നു, ഇനി ബിസിനസ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൻ കുറച്ചു കാലം ഫുഡ്, അവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനും ഉണ്ടാക്കാനും താല്പര്യമുള്ള വ്യക്തിയാണ്. അതായത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങള് +2 പോകുമ്പോ അന്ന് GCDയിലാണ് ഷവർമ. ഈ ഷവർമ എന്നുള്ളത് ഇവിടെ ആയിട്ടില്ല. GCDയിൽ പണ്ട് ഈ ഞങ്ങളുടെ പ്രായക്കാർക്ക് എനിക്ക് 2000 കാലഘട്ടത്തിൽ GCDA എന്നുള്ള അന്ന് അതാണ് ഒരു മേജർ ഇത്. ആ ഇതിന്റെ അകത്ത് കയറുമ്പോ വൈകുന്നേരം 3 മണിക്ക് ശേഷം ഒരു ഷവർമയുടെ മണം വരും. അത് ഭയങ്കര എന്ത് ഇവിടെ ഒന്നും കിട്ടാത്തൊരു ഈ ഷവർമ എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോയി കഴിപ്പിക്കുന്നത് ഇവനാണ്, ഒനിയിലാണ്. അപ്പൊ ഞാൻ ഒരെണ്ണം കഴിക്കുന്ന സമയം കൊണ്ട് അവൻ 2 ഷവർമ കഴിക്കും. അതാണ് ഇത്. അതേമാതിരി പൊറോട്ട ഈ ബീഫ് എടുത്ത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കും. ഇത് അത് ഫോർട്ട് കൊച്ചി സാധനമാണ്. അതിനൊരു അഴകുണ്ട്. അതൊരു കലയാണ്, കഴിക്കുന്നത് ഒരു കലയാണ്. കട്ട്ലേറ്റ്, ഫെബീനയിൽ ഒരു കട്ട്ലേറ്റ്. ഇവന്റെ അടുത്ത് കൊച്ചി വന്നിട്ട് എന്ത് ഫുഡിനെ പറ്റി ചോദിച്ചാലും ഇവനൊരു കഥയുണ്ട്. ആ ഫുഡും ഇന്ന സ്ഥലത്തിന്. അപ്പൊ അവിടെ നിന്നാണ് ഇവൻ ഫുഡിലേക്ക് പയ്യെ പോകുന്നത്. കുറച്ചുകാലം കഴിഞ്ഞ് ഇവൻ ഫുഡിനെ പറ്റി ഗവേഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് എങ്ങനെയാണ് വരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അതിൽ നിന്ന് മാറി ഈ ഫുഡിന്റെ ഡിസ്കവറിക്കൊപ്പം ഫോർട്ട് കൊച്ചി എല്ലാവർക്കും ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഫോർട്ട് കൊച്ചി എന്നുള്ള പേരെന്താണ്, ഇവിടെ ഫോർട്ട് ഇല്ലല്ലോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്കറിയാം ഫോർട്ട് കൊച്ചി, ഞാൻ ജനിച്ചതുകൊണ്ട് ഫോർട്ട് കൊച്ചി എന്തുകൊണ്ട് ഫോർട്ട് കൊച്ചി എന്നുള്ള ആദ്യത്തെ ഇത് ഇപ്പം പറയുമ്പോഴാണ് ഞാൻ ശരി ഓർക്കുന്നത്. ശരി, ഇവിടെ ഫോർട്ട് ഇല്ലല്ലോ. ഫോർട്ട് എന്ന് പറഞ്ഞൊരു സങ്കല്പം അല്ല, ഫോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും ആ ഫോർട്ട് എവിടെ ആയിരിക്കാം എന്നുള്ളതും ഇവരുടെ ഗവേഷണത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ഇതിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, വലിയൊരു സ്റ്റോറി ടെല്ലറാണ് ഈ ഫന്റാസ്മ എന്നുള്ളത്. അവൻ അത് നറേറ്റ് ചെയ്യുന്നത് കൊണ്ടുപോകുമ്പോ ആൾക്കാർക്ക് ഒരു ഹൊറർ മൂവി അതിലൂടെ വാക്ക് ചെയ്യുന്ന ആ ഒരു അനുഭവം ഇതൊക്കെ. അപ്പൊ ഉനി അതിൽ നിന്ന് പല ഘട്ടത്തിൽ അപ്പൊ വക്കീൽ എന്നുള്ള നിലയിൽ നിന്ന് മാറി പിന്നെ ആർക്കിടെക്ട്, പിന്നെ ഫുഡ് ബ്ലോഗർ, സ്റ്റോറി ടെല്ലർ. അവൻ എന്ത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാം. ഇന്നത്തെ ബിഗ് ബോസ് എത്ത് ചിലപ്പോ ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റൊരു തരത്തിൽ. പക്ഷെ എന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഒനിയുടെ ഒപ്പം ആർക്കും സംസാരിക്കും, ആർക്കും സംസാരിക്കും, എന്തിനെ പറ്റിയും സംസാരിക്കും. ക്രിക്കറ്റ് ഫാൻ. അതെ, അത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. LLBക്ക് പോകുന്നതിന് മുമ്പ് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്ന എന്നെ പിടിച്ചിട്ട് കൊണ്ട് LLB ഇന്ത്യനെ വേൾഡ് കപ്പ് ജയിപ്പിക്കാൻ വേണ്ടിയാണ് UK വന്നത് ഇവിടെ. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോ ഈ പലർക്കുള്ള മിത്തില്ലേ, ഞാനിത് ആദ്യമായിട്ട് കണ്ടെത്തുന്ന ഇതാണ്. സച്ചിൻ 70 നല്ലോണം കളിക്കാൻ പോവാണ്, ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ അവൻ എന്നെ എണീക്കാൻ ഇവിടെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ ഞങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു അതും മാറ്റിച്ചില്ല. എന്നുവെച്ചാ അത് കാരണം ലൈക്ക് ഇന്ത്യ നല്ലൊരു കളിക്കുന്നുണ്ട്. അപ്പൊ ഈ ലുക്കിൽ തന്നെ ആയിരിക്കണം എല്ലാം കളി കാണുന്നത്. നിക്കണം. നമ്മ ഫസ്റ്റ് കളിയില്
ടൂർണമെന്റ് തുടങ്ങിയപ്പോ ഫസ്റ്റ് കളി നമ്മ എങ്ങനെയായിരുന്നു അതായിരിക്കും നമ്മൾ ലാസ്റ്റ്. ഞാൻ പിക്കുന 365 ദിവസത്തിൽ 360 ദിവസം കാണുന്നതാണ്. ഇപ്പോഴാണ് പിക്കുന ആക്ച്വലി മിസ് ചെയ്യണത്. ഇപ്പൊ ഞങ്ങളിപ്പോ രാവിലെ എഴുന്നേക്കുമ്പോ 8 മണിക്ക് ഡാൻസ് ഉള്ളിൽ വന്ന പിക്കുനെ കാണും, രാത്രി വന്ന പിക്കുനെ കാണാൻ. നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ബിഗ് ബ്രദർ അവനാ ബിഗ് ബോസ് വിളിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങളും ആ ഒരു എല്ലാരും ബിഗ് ബോസ് ഞങ്ങളെല്ലാരും എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് ഡിസ്കസ് ചെയ്ത ഡിസിഷൻ ജോലിയുടെ കാര്യങ്ങളിലായാലും ഞങ്ങൾക്ക് ഒരു ജോലി ഇന്റർവ്യൂ വന്ന് ബിഗ് ബോസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അതെക്കുറിച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഈ കമ്പനിയാണ് ഒരു ഡിക്ഷണറിയാണ്. ഡിക്ഷണറി എൻസൈക്ലോപീഡിയ എല്ലാമാണ് എല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അങ്ങനെ ആള് ഉണ്ടാവാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്. എല്ലാവർക്കും ഏത് സമയം എന്ത് വേണേലും വിളിച്ചു. പുള്ളി ചെയ്യുന്ന മറ്റേ മാഡ് വിച്ച് എന്ന് പറഞ്ഞ പരിപാടി ഷെഫ് ആയിട്ട് പുള്ളി ലൈക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യണത്. അതിലെ സൂ ഷെഫാണ് അവൻ. പേരെന്താ? ആദിത്യ. ഞാനാണ് ബേസിക്കലി കിച്ചൺ. ഫുഡിന് എനിക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ബിഗ് ബോസിനെ ആസ് എ ബ്രദർ ആണല്ലോ, ഞങ്ങൾക്ക് ആസ് എ ബ്രദർ ആണ്. ഞാനാണ് കിച്ചണിൽ മെയിൻ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസിന് കുറെ ബിഗ് ബോക്ക് വിശ്വാസം ഉണ്ടാവൻ, അതാണ് വലുത്. ഞാനൊക്കെ പരിസരത്ത് പോയിക്കാനെ കല്ലെടുത്തെറിയാണ്. ഞാനാണ് കിച്ചണിൽ എപ്പോഴും ബിഗ് ബോസിന് ആ ഒരു ഇതുണ്ട്, കിച്ചണിൽ ഒരു രീതിയുണ്ട്. ആ രീതി മനസ്സിലാക്കി ചെയ്യുന്ന വേണ്ടി നിൽക്കും. കാരണം എല്ലാം ഒരു എന്താ പറയാ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാം. വിനീഷിന്റെ അടുത്ത് വന്നിട്ട് ആങ്കർ ചെയ്യാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വേണ്ട, അവിടെ അതെന്ത് ചെയ്യണം എന്നുള്ളത് ആൾക്കറിയാം. അതെ, നമ്മളെ കൊണ്ട് പുള്ളി അടിപൊളി ഒരു ടീം ലീഡറാണ്. അതിങ്ങനെ കൊണ്ടുപോകാൻ പുള്ളിക്ക് അറിയാം. പുള്ളി ഒരു ക്യാപ്റ്റനാണ്. അതിന്റെ അസിസ്റ്റന്റ് ഞാൻ. എനിക്ക് എത്ര ഡ്യൂട്ടീസ് ഉണ്ടോ, ബിഗ് ബോസ് കാര്യങ്ങൾ ചെയ്യും, ഞാൻ ഇവിടെ ചെയ്യും, പാക്കിംഗ് ടീം അങ്ങനെ ചെയ്യും. ആ ടൈമില് തുടങ്ങുന്ന കിച്ചൺ വർക്ക് തുടങ്ങുന്ന മുതലെല്ലാം അതിന്റെ പുള്ളിക്ക് അങ്ങനെയാണ്. ആ ഒരു രീതിയുണ്ട്, എല്ലാത്തിനും അതിനായിട്ടുള്ള ഒരു രീതിയുണ്ട്. 100%. അതെ അതെ. വിഷുവിന് ആൾക്ക് കൊടുക്കണമെങ്കിൽ 100% അത് കറക്റ്റ് ആയിട്ട് അത് അതിന്റെ രീതിയിൽ കൊടുക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് മാറ്റും. ഓക്കെ, ഞാനൊരു 2 പേരെ കൂടി പരിചയപ്പെടുത്താം. അവരൊന്നും മിണ്ടണില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യണം. അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് മൈക്കൊന്ന് പാസ് ചെയ്യോ. എന്റെ പേരെന്താ? സാൻഡ്രിയ. നൈസ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻഫോ പാർക്കില്. ഓക്കെ, എങ്ങനെയാണ് പരിചയം? ഞാൻ ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ് അല്ല, ഇതിന്റെ ഹസ്ബൻഡ് ആണ്. ഓക്കെ, അങ്ങനെ ഈ ഗ്യാങ്ങിലോട്ട് വന്നത് അത് ഭയങ്കര ഒരു ലക്കായി. അതെ, അങ്ങനെ ഒരാളെ നമ്മൾ ഒരിക്കലും ഹസ്ബൻഡ് ഫ്രണ്ട്സിന്റെ വീട്ടിൽ എല്ലാ ദിവസവും നൈറ്റ് പോയി ഇരിക്കില്ല. അതെ, ഇത് ഒരു ദിവസം പോയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നമുക്ക് ആ ഒരു വൈബ് ഉണ്ട്. അതാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും വരും. അത് നൈസായിട്ടോ ഇങ്ങനെ വന്ന് ഇതിലേക്ക് വന്നെത്താന്ന് ടീംസ് ഉണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും ഇവരിലായാലും ഉണ്ട്. അജിത് ചേട്ടനുണ്ട്, പുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അടുത്ത ആള് ഒന്നും മിണ്ടുന്നില്ല. എന്റെ പേര് ആസ്ട്രിഡ്. ഞാൻ സാൻഷിയുടെ ഫ്രണ്ടാണ് ആക്ച്വലി. ഓക്കെ, അങ്ങനെ ഈ ഗ്യാങ്ങിലേക്ക് ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പൊ ഇവരുടെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇവരുടെ ഓണിൽ ബ്രോ? എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോ എപ്പോഴും ഇവരുടെ കൂടെ വരുന്നത്. എനിക്കൊരു ഹോംലി ഫീല് എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ബിബു എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം പേടിയായിരുന്നു. കാരണം അത്രയും അറിവുള്ള ഒരാളാണ്. അതെ അതെ. പക്ഷെ എങ്ങനെ റിയാക്ട് ചെയ്യും അങ്ങനത്തെ ഒരു പേടി ദിവസം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരാനായിട്ട് തോന്നും. ആ ഒരു ഫീലിംഗ്
ഇപ്പൊ നിങ്ങൾ എനിക്ക് ആളെ പേഴ്സണലി പരിചയമില്ല, ഇങ്ങനെ കണ്ടപ്പോ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോ എനിക്കും ആളെ കാണണം, ആളോട് സംസാരിക്കണം, ഭയങ്കര എനിക്കൊരു ബിഗ് ബ്രദർ ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് സത്യം ഓഫ്കോഴ്സ് എനിക്കത് കിട്ടുന്നുണ്ട്. കാരണം ആളെ കാണണം, ആളോട് സംസാരിക്കണം, ആളോട് ഭയങ്കര ഒരു വൈബ്. അത് നിങ്ങൾ ഇത്രയും പറഞ്ഞതിലും നിന്ന് എനിക്ക് എന്തിനും ഒരു സൊല്യൂഷൻ കിട്ടും. ഞങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ പോലും ഞങ്ങൾ വിളിക്കും എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് എന്താണ് ഫേവർ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഉറപ്പായിട്ടും ഞാൻ വന്ന് കണ്ടിരിക്കും. തീർച്ചയായിട്ടും ജയിച്ചു വരുമ്പോ ബിഗ് ബോസ് ജയിച്ചു വരുമ്പോ ഞാൻ 100 ദിവസം കഴിഞ്ഞാൽ അല്ലേ ബിഗ് ബോസ് ഇതില് വേറൊരു ഇതുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഇപ്പൊ ഉനിക്ക് അറിയാത്ത എന്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ചിലപ്പോ ഉനിനെ കാണാൻ വരും. ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് ചിലപ്പോ കുറച്ച് ചായയോ ഇതൊക്കെ കുടിച്ച് തൈരോ ഇങ്ങനെയൊക്കെ കുടിച്ചിരിക്കും. അപ്പൊ മിക്കവാറും സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ചിലപ്പോ ഒരു 2-3 ഊട്ടൊക്കെ കടിച്ച് ചിലപ്പോ അവിടെ സൈഡാവും, സെറ്റായോന്ന് ഇത് ഉനിലിന്റെ ഒരു ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഞാനൊക്കെ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോ എന്റെ ഫ്രണ്ടും ഒനീലും ആയിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇവര് രാത്രി മൊത്തം ഇരുന്ന് സംസാരിക്കും. അപ്പോ ആദ്യമായിട്ട് കണ്ടൊരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പരിചയമില്ലാത്ത വ്യക്തിയാണോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മളുടെ സബ്ജക്ട് എന്താണ് ഇൻട്രസ്റ്റ്, ആ സബ്ജക്റ്റിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവൻ മുന്നോട്ടേക്ക് പോകും. അതായിരിക്കും ഇവന്റെ ഒരു ബിഗ് ബോസിൽ ഫൈനൽ വരെയൊക്കെ എത്താൻ പറ്റുമെന്ന്. കാര്യം ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണെങ്കിൽ അവനായിരിക്കണം ഏറ്റവും നല്ല എന്റർടൈനർ. കാര്യം ഞാൻ 25 വർഷം ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ ഓഗസ്റ്റ് ആയപ്പോ ഞാൻ 25 വർഷം എന്റെ 25 വർഷത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല എന്റർടൈനർ എല്ലാ. ഓക്കെ, ഇനി അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം, അത് നമ്മളെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമായിരിക്കും. എല്ലാ ക്രൈമിനും അല്ലെങ്കിൽ എല്ലാ കളത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അനിയന്റെ ഫ്രണ്ടായിട്ട് വന്ന ഒരാളുണ്ട്. അത് വേറെ രീതിയിലുള്ളൊരു ചോദ്യമല്ല. ആൾക്ക് ഫ്രണ്ട്സും ഫാമിലി അല്ലാതെ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ അത് പുള്ളി പറയും. അല്ല അങ്ങനല്ല, ഈ പറയണ മോഹൻലാലിന് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാന്ന് ചോദിച്ചാൽ കൊച്ചി വളർന്നവരാണ്. ഒനിയോട് സ്നേഹം തോന്നിയിട്ടുള്ളവരുണ്ടാവും, സ്നേഹം തോന്നിയിട്ടുള്ളവരുണ്ടാവും. അതെ, സിംഗിൾ ആണെന്ന് പറഞ്ഞു. അവൻ സിംഗിൾ ആവാം, അവൻ മിംഗിൾ ആവാം. പുള്ളിക്ക് എല്ലാ കഴിവുകളും ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. പുള്ളിയുടെ പാഷനാണ്. ഓക്കെ, ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും പുള്ളിയുടെ പ്ലാൻ, അങ്ങനെ എന്തെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്തെങ്കിലും അറിയാമോ? എനിക്ക് ഒനിയെക്കാളും കുറച്ചും കൂടി സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഇതാണ്. എനിക്ക് ഒനിയെ ഇത് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കൊച്ചി അല്ലെങ്കിൽ കൊച്ചിയെ മുന്നിലേക്ക് കാണിക്കണം, എന്നിലൂടെ കൊച്ചിയെ അറിയണം, അല്ലെങ്കിൽ കൊച്ചിയെ പറ്റി ആൾക്കാർ ഓർക്കുമ്പോൾ എന്നെ ഓർക്കണം എന്നുള്ള ഒരു വിഷയമാണ്. അപ്പൊ അത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പരിധിയിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഇന്ന് ന്യൂജൻ ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ FC ബോയ് എന്നുള്ള വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എല്ലാവരും ബിഗ് ബോസ് കാണുന്നവരാണ്, എല്ലാരും കാണുന്നതാണ്. അപ്പോ നിങ്ങളുടെ ബിബു ബിഗ് ബ്രദർ, അപ്പൊ എനിക്ക് കേട്ടിട്ട് എനിക്കൊരു ബിഗ് ബ്രദർ ഫീലാണ്. എനിക്കും പുള്ളിനെ കാണുന്ന അങ്ങനെ ഒരു ബ്രദർ ഫീൽ കിട്ടി. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്, അപ്പം പുള്ളിയുടെ ബിഗ് ബോസിലുള്ള ഗെയിം പ്ലാൻ എന്തെങ്കിലും മാറ്റണം, എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ പുള്ളിയുടെ? തോന്നിയിട്ടുള്ളതല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 20 പേരുടെയാണ്, 20 കോൺടെസ്റ്റൻസ് ഉണ്ട്. ഇവർക്ക് അവര് മാക്സിമം ആ 1 hour ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് പല സാധനങ്ങളും കട്ടായി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഏഷ്യാനെറ്റ് പറഞ്ഞല്ല, ഏഷ്യാനെറ്റ് നറേറ്റീവ് ആണ് നമ്മളെല്ലാവരും കേൾക്കുന്നത്, അതേ നമുക്ക് കേൾക്കത്തുള്ളൂ. ഇപ്പൊ വരാൻ പോകുന്ന ഈ ക്രിയാറുകളാണെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്യുന്നത് അത് തന്നെ. ഞാൻ പറയണത് അറിയുക, അതൊരുണ്ട്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ആൾക്കാരുടെ ഉണ്ട്. ഇപ്പൊ നമ്മളൊന്നും ഞങ്ങളുടെ 5 പേരും കൂടി വീഡിയോ ഇറക്കി, ഈ പറയുന്ന ആൾക്കാരൊന്നും പിടിച്ചു ചെയ്യാൻ പറ്റില്ല. ഓരോ കണ്ടസ്റ്റൻസിന്റെ ഇറക്കുന്ന വീഡിയോസ് ആയിട്ടാണ് നമ്മൾ പിടിച്ചു. കാരണം ആ രീതിയിലാണ് ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞത്, ആ രീതിയിലാണ് പരിപാടി നടക്കുന്നത്. അപ്പൊ അതൊരു ഇതാണ് ജനങ്ങള് കണ്ട് തീരുമാനിക്കുക. ഒരുപാട് പ്രോമിനന്റ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇതാണ്.
ചാൻസ് കൊടുക്കുക, ഡെഫിനറ്റ് ആയിട്ട് പോയി. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞ ഒരു സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷൻ ആണ്. പല രീതിയിൽ ഒരു സന്ദർഭത്തിൽ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ കാണാം. ഒണിയലിനെ പോലെ വളരെ ലോജിക്കൽ ആയിട്ടും റീസണബിൾ ആയിട്ടും റിയാക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റി ഉണ്ട് എന്നുള്ളത് ബിഗ് ബോസിൽ ഒണിയിൽ റെപ്രസെന്റ് ചെയ്യണം. അതും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അതൊന്ന് ആഡ് ഓൺ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. ബിഗ് ബോ അങ്ങനെയാണ്. ബിഗ് ബോ ആ രീതിയിലാണ് ഗെയിം അങ്ങനെ തന്നെയാണ്. പുള്ളിക്ക് എന്ത് ലോജിക്കൽ എന്താണുള്ളത് അതനുസരിച്ചിട്ട് പുള്ളി അതനുസരിച്ച് ഗെയിം, അതാണ് പുള്ളിയുടെ ഗെയിം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അല്ല എല്ലാത്തിനും കയറി ഇടപെട്ട് എപ്പോഴും പോയി എല്ലാ സ്ക്രീൻ സ്പേസും എടുക്കണം എന്ന് വാശി പിടിച്ചു അങ്ങനെ ചെയ്യുന്ന ആളുകളെ പോലെ അല്ല ബിഗ് ബോ. എങ്ങനെ പ്രോപ്പർ ഡിസിഷൻസ് എടുത്ത് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ. ഇപ്പൊ ലാസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ അവിടെ ടാസ്കിലും ബിഗ് ബോ അങ്ങനെയാണ് ലീഡ് ചെയ്യണത്. പുള്ളി ഇപ്പൊ ഇതിനകത്തൊരു കണ്ടസ്റ്റന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സെർലാക് അങ്ങനെ ഒരു പേരിട്ട് അല്ല നമ്മളിങ്ങനെ വിളിക്കാറുണ്ട്. ഇത് വരുമ്പോ ഇനി എനിക്കെന്ത് ഇതാ വരുന്നതെന്ന് അറിയത്തില്ല, സെർലാക് ബേബി എന്നൊക്കെ നമ്മള് പറയാറുണ്ട്. സെർലാക് ക്യൂട്ടായിട്ടുള്ളൊരു അതിനെക്കുറിച്ച് എന്താ പറയാ? ആർഗ്യുമെന്റ് വരുമ്പോൾ സംസാരിക്കുന്നതിന് പകരം ഡാൻസ് അതെ അതാണ് പുള്ളി ചെയ്തത്. സെർലാക്ക് എന്നൊക്കെ പറയുമ്പോ നമ്മള് ബേബീസിന് കൊടുക്കണം. ഓക്കെ എല്ലാവരും കളിക്കുന്നത്, എല്ലാവരും റിയാക്ട് ചെയ്യുന്നു. ഇപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ഗെയിം മാറ്റണമെന്ന്. എനിക്ക് ആക്ച്വലി പുള്ളിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞേ എല്ലാവരുടെ അടുത്തും കുറെ ഒച്ചപ്പാടുണ്ടാക്കുക, കുറെ പ്രശ്നം ഉണ്ടാക്കുക. ഒരാള് പറഞ്ഞു കഴിഞ്ഞു അവിടെ ആയതുകൊണ്ടാണ് പുള്ളി അത് അങ്ങനെ ഹാൻഡിൽ ചെയ്തത്. അങ്ങനെയാണ് വളരെ ലോജിക്കലാണ്. ഇതാണ് ഒരുപക്ഷെ ലൈവ് പോലുള്ള അല്ലെങ്കിൽ ഇതിന്റെ ബിഗ് ബോസ് ലൈവ് കാണുകയാണെങ്കിൽ മനസ്സിലാവും. ഒനിലിന്റെ ഇത് വളരെ ഇതായിട്ട് ലോജിക്കലായിട്ടോ അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഇപ്പൊ അവിടെ കണ്ടസ്റ്റൻസ് തമ്മിൽ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റീവ് ആയിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ലോജിക്കലാണെന്ന് ആ കാര്യം പറയുന്ന വ്യക്തികളുടെ ഒരാൾ ഒനിയിലാണ്. അപ്പോ യെസ് ഒരു ക്ലീൻ സ്റ്റാർട്ടിൽ മാറ്റാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആരും അവരടുത്ത് മാത്രം കണ്ടന്റ് ഉണ്ടാക്കാൻ പോവാറില്ല. ആകെ ഒരാളെ ട്രൈ ചെയ്തിട്ടുള്ളൂ. അതാണ് ഈ പറഞ്ഞ സെർലാക്ക്. അവിടെ അടങ്ങി ഇരിക്കുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞ പുള്ളിന്റെ അടുത്ത് മുട്ടുക. ഇപ്പൊ ഈ ഇവിടെ ഇങ്ങനെ ഇത്ര നിങ്ങളെ കൂടെ ചില്ല് ചെയ്ത് അല്ലെങ്കിൽ വൈബേഴ്സ് നടന്ന ഒരാള് ഇപ്പൊ ഒരു 100 ദിവസം നിക്കണല്ലേ? 100 ദിവസം നിങ്ങൾ മിസ് ചെയ്താലും കുഴപ്പമില്ല. 100 ദിവസം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. നമുക്ക് മിസ്സിംഗ് ഒന്നുമില്ല, പുള്ളിയോടെ കിട്ടല്ലേ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഈ 100 ദിവസവും പുള്ളി അവിടെ നിന്ന് ലാസ്റ്റ് ലാലേട്ടന്റെ വലത് കൈ പിടിച്ച് കപ്പും കൊണ്ട് ഫോട്ടോ കൊച്ചിയിലേക്ക് തിരിച്ചെത്തണം. ഉറപ്പാണ്. ഇതൊരു ടൈം എടുക്കും. ഇപ്പൊ 20 പേരാണ്. 20 പേര് നമുക്ക് കാണിച്ചു പോകുന്നത് നിസ്സാര കാര്യമല്ല. അതിന്റെ എഫേർട്ട് ഏഷ്യാനെറ്റ് എടുക്കുന്നുണ്ട്. ആൾക്കാർ പറയുന്നതോറും കണ്ടന്റുകൾ ഇനിയും വരും. കാണാത്ത കണ്ടന്റുകൾ ഇനി ഇടേണ്ടി വരും. കണ്ടന്റുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ 24 hours ലിറ്ററലി 24 hours കാണുന്ന ആളാണ്. ഞാൻ ഇതിനു വേണ്ടി വർക്ക് ഫ്രം ഹോം ഉണ്ട്. അത് പ്രശ്നമല്ല. ഇതിപ്പോ പറഞ്ഞു ഇതിനു വേണ്ടി ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തു. നാളെ പോയി അതെ, കോൺഫിഡന്റ് ആണ്. ആള് കപ്പ് എടുത്ത് വരും. വരുള്ളൂ. പുള്ളി കൊച്ചി റെപ്രസെന്റ് ചെയ്ത് പോയ ഒരു ഗോള് വെച്ച് പോയേക്കുന്നതാണ്. കൊച്ചി എന്താണ് അത് പുള്ളിയുടെ പുള്ളി അത് തിരിച്ച് കൊച്ചിയിൽ കൊണ്ടുവരുന്ന കോൺഫിഡൻസ് വെച്ച് തുടങ്ങി. ഞങ്ങൾ 100% കോൺഫിഡൻസ്. കാരണം ഞങ്ങൾ എല്ലാവരും എന്ത് കാര്യത്തിലും അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഉണ്ടാവും. പുള്ളിയുടെ കോൺഫിഡൻസ് ലെവലിൽ ഞങ്ങൾ ഓൾവേസ്. പക്ഷെ ഞാൻ പറയാം, ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു റിയൽ ക്യാരക്ടറായിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഒരിക്കലും വെയിക്കായിട്ട് എത്ര നാൾ നിൽക്കാൻ സംസാരിക്കുന്ന ഒരു വ്യക്തികളോ അടുത്തില്ല, ആശയവിനിമയങ്ങളില്ല. അപ്പൊ എന്തായാലും ജനറലി പുറത്തോട്ട് വരും. അതാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ നിങ്ങളെയൊക്കെ പുള്ളി മിസ് ചെയ്യുന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ? ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനോ ഞാനിവിടെ അവിടെ ആയിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരുമായിട്ട് ചില്ലിയായിട്ട് കുഴപ്പമില്ലല്ലേ? അവിടെ നല്ലതാണ്.
ഓക്കെ ആ, നമുക്കത് Confident ആ. നമുക്കറിയാവുന്ന ഒരാളെ അകത്ത് നിന്ന് കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് ആ ഒരു feel. നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോ നോക്കുമ്പോ നമ്മളെയൊക്കെ നോക്കുന്നവരൊക്കെ തോന്നി. എന്നെ നോക്കണം. ആ. ലൈവിലാണ് പക്ഷെ എന്നാലും കണ്ണതറിയും. കിച്ചണിലും ഞാൻ ഫീൽ ചെയ്തായിരുന്നു. കിച്ചണിൽ ബിഗ് ബോ എന്നെ മിസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. കാരണം പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ലൈക്ക് ആ ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. തോന്നും നമുക്ക്. അതേ കണക്ക് തന്നെ പുള്ളിക്ക് ഭയങ്കര ഒന്നും പറയണ്ടാവും. മതി 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 ഓക്കെ, ഇനി ഒരാള് കൂടി ഉണ്ടല്ലേ, മമ്മി. മമ്മി, yes. അത് ഞങ്ങളുടെ മമ്മിയാണ്. എല്ലാവരുടെയും മമ്മി. അല്ല, ഞാനും വന്നപ്പോ മമ്മി ഭയങ്കര എന്റെ മമ്മിയൊക്കെ എന്റെ അടുത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എന്നെ വെൽക്കം ചെയ്തത്. ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ തന്നെ മമ്മി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാതെ ഞങ്ങളെ വിടില്ല. ഞങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി. ഇപ്പൊ ബിബു പറഞ്ഞ പോലെ ആ ടാസ്കിൽ പറഞ്ഞ പോലെ യുവർ മദേഴ്സ് എന്തായാലും ബെറ്റർ ദാൻ ഞാനും ബാധിക്കാം. ഞാനും ആ ഒരു അല്ല, മമ്മി എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി. സീനാണ്. എനിക്കിത് ഇത് നിർത്തിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. അത് ഞാൻ പറഞ്ഞു, ഞാൻ വന്നപ്പോ ഞങ്ങളും കൂടെ ഉണ്ട്. നിങ്ങളൊക്കെ എപ്പോഴും കഴിക്കണല്ലേ, ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തു. എന്നിട്ട് ഞാൻ അതെ, അത് സ്പെഷ്യലാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു പരിപാടികൾ ഉണ്ടാകുമ്പോഴോ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോ എന്തായാലും മമ്മിയുടെ എന്തായാലും ഉണ്ടാവും. അത് മെയിൻ ഐറ്റം ആണ്, മെയിൻ ഡിഷ് ആണ് അല്ലേ, അതൊരു വികാരമാണെന്നൊക്കെ. ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ ഒനിയില് പണ്ടുണ്ട്, എനിക്ക് ഈ കമ്പനി ഇഷ്ടമാണ്. ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിലും ഈ ചില സമയത്ത് ഞാൻ എന്നെ വിളിക്കാന്നവർക്ക് ഞാൻ പറയായിരുന്നു ഞാൻ മഞ്ഞില്ല എന്തായാലും ഉണ്ടാക്കി വെച്ചത് ശരി അടുത്ത ഓക്കെ. അപ്പൊ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. എനിക്കിനി ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. എനിക്ക് പോണം അങ്ങോട്ട്. അപ്പൊ നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ആള് കപ്പടിച്ചിട്ട് വരട്ടെ. അതെ, ഞാനിപ്പോ ഫാനായി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കാണാൻ. അതെ, 100 ദിവസം കഴിഞ്ഞ് കപ്പുമായിട്ട് വരുമ്പോ ഞാനും വന്ന് കാണാം. എനിക്കൊരു ബ്രദർ ഫീൽ കിട്ടി ഇതിലെല്ലാം കൂടി കേട്ടിട്ട്. അപ്പൊ ഓക്കെ, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ഒനിയൽ സാബു എന്ന ഒരു വ്യക്തി എന്താണ് എന്നുള്ളത് ഇപ്പൊ ഏകദേശം ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. എനിക്കിത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ എന്താ പറയാ, എനിക്കിത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോയി അത് കഴിക്കാൻ. ഞാൻ മമ്മീനെ കാണാൻ പോവുകയാണ്, ഒനിലേട്ടന്റെ അമ്മേനെ കാണാനായിട്ട് ഞാൻ പോവുകയാണ്. അതെ, ഇവരെല്ലാരും എന്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്ന് ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. താങ്ക് യു.